മൈ കമ്പനി, നോബഡി ക്യാൻ സ്ക്രൂ അപ്പ്, അല്ലെ? ഒരാൾക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. ഫിജി കാർഡ് ഈസ് മൈ കമ്പനി. ആഹാ, ഫിജി കാർഡ് ഈസ് യുവർ കമ്പനി. ദാറ്റ് ഈസ് എ ഗുഡ് ക്യാപ്ഷൻ, റൈറ്റ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ കമ്പനി ഓണർ, നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയെന്നറിയോ? നിങ്ങൾ ഈ കമ്പനിയിൽ നിന്നൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോ ഫിജി കാർഡ് ഇ കോമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന എൻറ്റയർ കമ്പനി, അതിൽ വർക്ക് ചെയ്യുന്ന 10-75ഓളം സ്റ്റാഫുകള്, ലോജിസ്റ്റിക് ഹബ്ബ്, വണ്ടികള്, നമ്മുടെ ഓഫീസുകള്, ഇന്റർനെറ്റ്, സെർവർ, പ്രോഡക്റ്റുകള്, ഇതെല്ലാം നിങ്ങളുടെ ആയിട്ട് മാറി. വാട്ട് എ കൺസെപ്റ്റ് മാൻ. ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇന്നിപ്പോ ഈ നേരമായില്ലേ, ഇപ്പൊ തൃശ്ശൂരാണെങ്കിൽ മഴ. നാളെ നേരം വെളുത്തിട്ട് തൊട്ടടുത്ത ഒരു ബേക്കറിയിൽ ചെന്നിട്ട് ബ്രിട്ടാനിയ എന്ന് പറയുന്ന കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. എങ്ങനെ? ബ്രിട്ടാനിയ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കുറച്ച് ഏരിയയിൽ, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഏരിയ തന്നെ എടുത്തോളൂ. ആ ഏരിയയിൽ ഒരു ആ പ്രോഡക്റ്റുകൾ പല കമ്പനികളിലേക്ക്, പല കടകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഞാൻ മാറണം എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ അറിയാം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന്. ഫിജിക്കാട്ടുകാരാ, നമ്മുടെ കോൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. നമ്മൾ എന്താ ചെയ്യണേ? സത്യത്തിൽ നമ്മൾ എന്താ ചെയ്യണേ? പല ആളുകളും ഫിജിക്കാട്ടിൽ സാധനം വാങ്ങാൻ വന്നിട്ടുള്ള ആളുകളാണ്. ഫിജിക്കാട്ടിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. ചില ആളുകൾ സാധനം വാങ്ങാൻ വന്നിട്ടുള്ള ആളുകളാണ്. കാരണം അവരുടെ വീടിന്റെ അടുത്തൊന്നും ക്ലീനിങ് പ്രോഡക്ട്സുകൾ കിട്ടാനില്ല. അവരുടെ വീടിന്റെ അടുത്തൊന്നും വെൽനസ് പ്രോഡക്റ്റുകൾ കിട്ടാനില്ല. അവരുടെ വീടിന്റെ അടുത്തൊന്നും ടീഷർട്ട് കിട്ടാനില്ല. അവരുടെ വീടിന്റെ അടുത്തൊന്നും ബെഡ്ഷീറ്റുകൾ കിട്ടാനില്ല. ഒന്നും കിട്ടാനില്ലാത്ത ഏതോ ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ഫിജിക്കാട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ട് അതും വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുവാണ്. ശരിയല്ലേ? ശരിയാണോ? ശരിയല്ല. അപ്പൊ എന്തിനാ ഫിജിക്കാട്ടിലേക്ക് വന്നതെന്നറിയോ? ഫിജിക്കാട്ടിൽ വന്നത് ഞാൻ എന്തിനാന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് ക്ലീനിങ് പ്രോഡക്ട്സുകൾ വിൽക്കണം, എനിക്ക് കുറെ ബെഡ്ഷീറ്റുകൾ വിൽക്കണം, എനിക്ക് കുറെ ടീഷർട്ടുകൾ വിൽക്കണം, എനിക്ക് കുറെ വെൽനസ് പ്രോഡക്റ്റുകൾ വിൽക്കണം. ചുരുക്കി പറഞ്ഞാൽ, രഹസ്യമായിട്ട് പറയാം, 1000 പേരല്ലേ കേൾക്കുള്ളൂ, വളരെ രഹസ്യമായിട്ട് പറയാം, എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. എനിക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കണം. ആ വരുമാന മാർഗത്തിന് എനിക്ക് എന്റെ കമ്പനിയിലെ പ്രോഡക്റ്റുകൾ വിറ്റ് അതിന്റെ കമ്മീഷൻ എനിക്ക് കിട്ടണം. ഇതാണ് എന്റെ ആവശ്യം. നിങ്ങളുടെ ആവശ്യം എന്താ? ഇതേ ആവശ്യത്തിന് വന്ന ആളുകളൊന്നും തുമ്പിട്ടെ, പിന്നെ അവരോട് സംസാരിച്ചാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. എടോ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? വാങ്ങുക, വിൽക്കുക. ഇത് രണ്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. വാങ്ങുക, ഞാൻ എല്ലാ ട്രെയിനിങ്ങിലും പറയണം. ഈ ഷർട്ട്, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ഞാൻ വാങ്ങിയെന്നാണ് മണ്ടനായ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതാരോ എനിക്ക് വിറ്റതാണ്. എങ്ങനെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഫിജിക്കാട്ടിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഷർട്ട് വാങ്ങി, ഞാൻ ഇങ്ങനെ ഗമയിൽ വൈഫിനോടൊക്കെ പറയും, ഞാൻ പുതിയ ചെരുപ്പ് വാങ്ങി, ഞാൻ പുതിയ വാച്ച് വാങ്ങി, ഞാൻ പുതിയ ഹെഡ്സെറ്റ് വാങ്ങി എന്നൊക്കെ ഞാൻ ഇങ്ങനെ വീരസ്യം പറയായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലാവണേ, ഇതൊക്കെ ഏതോ ഒരുത്തൻ എനിക്ക് വിറ്റതാണ്. ദിസ് ഈസ് എ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ. വാങ്ങുന്ന ആളുകളും ഉണ്ട് ഇവിടെ, വിൽക്കുന്ന ആളുകളും ഉണ്ട് ഇവിടെ. അപ്പൊ എങ്ങനെയാ വാങ്ങിയേ? ഈ ഷർട്ട് ഞാൻ വാങ്ങാണ്ടായ കാരണം എന്താണെന്നറിയോ? ഈ ഷർട്ടിന്റെ കമ്പനി, ഈ ഷർട്ട് വിൽക്കുന്ന ഔട്ട്ലെറ്റ് ഇൻ ദ സെൻസ്, എന്താ പറയാ, ഇപ്പൊ ഇത് വാങ്ങിയ ഒരു കട ഉണ്ടാവുമല്ലോ, ആ കടക്കാരൻ എന്നെ കൊതിപ്പിച്ചു. അമ്പട കള്ള, അവൻ എന്നെ കൊതിപ്പിച്ചു. എന്ത് കാണിച്ചു കൊതിപ്പിച്ചു? അവന്റെ കടയുടെ മുന്നില് ഒരു കറുത്ത മനുഷ്യനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. 6 പാക്ക് ഒക്കെ ആയിട്ട്, അങ്ങനെ 6 പാക്ക്, അങ്ങനെ നല്ല മസിലുള്ള ബോഡി, അതൊക്കെ ഉള്ള ഒരു പാവക്കുട്ടി. ആ മാനിക്യൂർ എന്നാ പറയാ അതിനെ. അതിന്റെ മുകളിൽ ഈ ഷർട്ട് ഇട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ എന്ത് ചന്താന്നറിയോ ഇത് കാണാൻ. ആ ഭംഗി എനിക്ക് കിട്ടും എന്ന് കരുതി, അതിന് ഭംഗി കൂടാൻ വേണ്ടി ഈ ഷർട്ടിന്റെ മുകളിലേക്ക് സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ വെച്ചപ്പോ ആ മാളിന്റെ ഉള്ളിൽ കൂടെ ഞാൻ എന്റെ വൈഫും നടന്നു പോകുമ്പോ വൈഫ് പറഞ്ഞു, മനുഷ്യ,
ആ ഷർട്ട് വാങ്ങിയിട്ടാൽ നിങ്ങളെ കാണാൻ ഷാറൂഖ് ഖാന്റെ പോലെ ഉണ്ടാവുന്നു. അങ്ങനെ ഞാൻ ആ ഷർട്ട് വാങ്ങിയിട്ടു. അപ്പോഴാണ് ചീക്കൂരിക്ക് പരിചയം വെച്ച പോലത്തെ അവസ്ഥയായിട്ട് മാറിയത്. കാരണം എന്റെ ശരീരത്തിലേക്ക് ഇതിട്ടപ്പോ അയാൾക്കുള്ള ഭംഗിയൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ ആ കൊതിയാണ്, ആ കൊതിപ്പിക്കലാണ് കച്ചവടത്തിന്റെ ബേസ്. നമ്മൾ ഏത് സാധനം വാങ്ങിയിട്ടുണ്ടോ ആ കൊതിപ്പിക്കൽ. അപ്പൊ നമ്മൾ പറയും എല്ലാ സാധനവും അങ്ങനെയാണോ? എല്ലാ സാധനവും അങ്ങനെയാണ്. റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങാം. ഇനിയിപ്പോ അത്രയ്ക്ക് പോലെ ലക്ഷറി പ്രോഡക്റ്റ് ഒന്നും വേണ്ട, ഇവിടെ നീഡായിട്ടുള്ള പ്രോഡക്റ്റ് അല്ലേ. റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങാം. കൊതിപ്പിച്ചു. എന്താ കൊതിപ്പിച്ചേ? കറണ്ട് പോയ സമയത്ത് വിളക്ക് കത്തിക്കാലോ. ആ കൊതിയെ അവിടെ വന്നേ അല്ലെ. അടുപ്പ് കത്തിക്കണം, നേരത്തെ ഇത്തിരി മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചാൽ പെട്ടെന്ന് കത്തുമല്ലോ. ആ കൊതി അവിടെ വന്നേ. ഓരോ കച്ചവടത്തിനും ഓരോ പർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഫെയർ ആൻഡ് ലവ്ലി 3 കുത്തു കുത്തിയിട്ട് വെളുക്കുന്നു, ലക്സ് സോപ്പ് തേച്ച് കുളിക്കിച്ച് കഴിഞ്ഞാൽ വെളുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഒരു തരം കൊതിപ്പിക്കലായിരുന്നു അല്ലെ. ഇതൊക്കെ ഒരു തരം കൊതിപ്പിക്കലായിരുന്നു. ഇവിടെ ഫിജി കാട്ടുകാരൻ കൊതിപ്പിച്ചത് എന്തായിരുന്നു? ഇൻകമാണ്. ഇൻകമാണ്. ഫിജി കാട്ടുകാരൻ എന്താ പറഞ്ഞേ? ഫിജി കാട്ടുകാരനോട് എന്താ പറഞ്ഞേ കമ്പനി? ഫിജി കാട്ടുകാരാ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്. ഈ പ്രോഡക്റ്റുകൾ നമുക്ക് വിൽക്കണം. വിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിൽക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പരസ്യം ചെയ്യണം. പരസ്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കുറെ കാശ് ചെലവാക്കണം. എന്തൊക്കെ പരസ്യങ്ങളിലൂടെ പോവാം? പത്രത്തിൽ പരസ്യം കൊടുക്കാം, TV ആഡ്സ് കൊടുക്കാം, റേഡിയോയിൽ FM പറയിപ്പിക്കാം, ഫ്ലെക്സ് ബോർഡ് വെക്കാം. ഇപ്പൊ അടുത്തൊരാള് ഫ്ലെക്സ് ബോർഡ് കുറെ വെച്ചിട്ട് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. 2-3 ദിവസമായിട്ട് മുമ്പുള്ളതല്ലേ ഡിസ്കസ് ചെയ്ത് നോക്കണം. TV മുഴുവൻ ഫുള്ള് ഫ്ലെക്സ് ആയിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായി. അപ്പൊ ഫ്ലെക്സ് ബോർഡ് വെക്കാം, കുറെ കാര്യങ്ങൾ ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ടും കച്ചവടത്തിന് വേണ്ടി ആളുകൾ കിടന്ന് ബഹളം വെക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ മെനയുന്ന ആളുകളുടെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ആശയം. എന്താ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയം? ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയം സാലറി ഇല്ലാതെ ഒരു വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത് നോട്ട് ചെയ്യണേ. ഇതും ഇവിടെ മെയിൻ സാധനമാണ്. സാലറി ഇല്ലാതെ ഒരു വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകളെ വിൽക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഡയറക്ട് സെല്ലിംഗ്. ഒന്നൂടി പറഞ്ഞേ. ഇത് ചില ആളുകൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും, ചില ആളുകൾക്ക് 2 പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും. ചില ആളുകൾ ഇപ്പോഴാണ് പേപ്പറും പേന എടുക്കാൻ ഉടനെ വേഗം ഓടിപ്പോയി എടുത്തിട്ട് വാ. ഇങ്ങനെ തുടങ്ങി. ഞാൻ ഇനി പറയുമ്പോ ചിലപ്പോ വേറെ രീതിയിലാവട്ടെ പറയാ. ആശയം എടുത്താൽ മതി. ഒരു കമ്പനിയിലെ പ്രോഡക്റ്റുകളെ അല്ലെങ്കിൽ സർവീസുകളെ സാലറീഡ് അല്ലാത്ത, സാലറി കൊടുക്കാത്ത, ശമ്പളം കൊടുക്കാത്ത ഒരു വർക്ക് ഫോഴ്സിനെ വെച്ചുകൊണ്ട്, എന്നുവെച്ചാൽ ഒരു കൂട്ടം ആളുകളെ വെച്ചുകൊണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കുന്ന പ്രശ്നമില്ല, അവരെ വെച്ചുകൊണ്ട് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകളെയോ സർവീസുകളെയോ വിൽക്കുന്ന രീതിയെ പറയുന്ന പേര്, കമ്മീഷൻ അടിസ്ഥാനത്തിൽ വിൽക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ നമുക്കൊന്ന് ഏതൊക്കെ പരിശോധിച്ച് നോക്കിയാലോ. സാലറി ഉണ്ടോ ഫിജിക്കാട്ടില്? സാലറി ഉണ്ടോ ഫിജിക്കാട്ടിലെന്ന് ചോദിച്ചാൽ ചില ടീമുകൾ പറയും പിന്നെ അതല്ലേ നമ്മുടെ പെർഫോമൻസ് ബോണസ്. അല്ല, പെർഫോമൻസ് ബോണസ് പെർഫോം ചെയ്യുന്നവനാരോ അവന് കിട്ടുന്ന ബോണസിനെ വിളിക്കുന്ന പേരാണ് പെർഫോമൻസ് ബോണസ്. എങ്ങനെ പെർഫോം ചെയ്യുന്നവനാരോ അവന് കിട്ടുന്ന ബോണസ് ആണ് പെർഫോമൻസ് ബോണസ്. അതുകൊണ്ടല്ലേ നമ്മൾ അതിന് ക്രൈറ്റീരിയ വെച്ചേക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ SM റാങ്കിൽ അടിച്ച എല്ലാവർക്കും പെർഫോമൻസ് ബോണസ് കിട്ടണ്ടേ? SM റാങ്കിലുള്ള എല്ലാവർക്കും എന്താ പെർഫോമൻസ് ബോണസ് കിട്ടാത്തെ? അവൻ പെർഫോം ചെയ്തില്ല. പെർഫോം ചെയ്യേണ്ടത് എത്രത്തോളം എന്ന് അളക്കാൻ വേണ്ടി SM തൊട്ട് NSTM വരെയുള്ള ആളുകൾക്ക് ഒരൊറ്റ എണ്ണത്തിന് പറ്റത്തില്ല. SM മുതൽ NSTM വരെയുള്ള ആളുകൾക്ക് അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് മീൻസ് SM ആവുന്ന ആളുടെ ടീം സൈസ് അല്ല NSTMന്റെ ടീം സൈസ്, അതല്ല NSMന്റെ ടീം സൈസ്, അതല്ല DSMന്റെ, അതല്ല ZSMന്റെ. അങ്ങനെ ആയതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു ക്രൈറ്റീരിയ വെച്ച് കൊടുത്തു. ആ ക്രൈറ്റീരിയ മാച്ച് ചെയ്താൽ മാത്രമേ പെർഫോമൻസ് ബോണസ്. അപ്പൊ ശമ്പളമില്ല. പെർഫോമൻസ് ബോണസ് ഈസ് ഈക്വൽ ടു ആരാണോ ഒരു വ്യക്തി പെർഫോം ചെയ്യുന്നത് അവന് കിട്ടുന്ന ബോണസിനെ വിളിക്കുന്ന പേരാണ് പെർഫോമൻസ് ബോണസ്. പക്ഷെ നമ്മുടെ ആളുകൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു സാധനം പറയും സാലറി.
അപ്പൊ കമ്പനി പറഞ്ഞു സാലറി കിട്ടും എന്ന് പറയരുത്. അപ്പൊ നമ്മുടെ ലീഡർമാര് പറഞ്ഞു സാലറി കിട്ടും എന്ന് പറയുന്നില്ല, സാലറി പോലെ അല്ലെ, സാലറി പോലെ പെർഫോമൻസ് ബോണസ് കിട്ടും. അല്ലടോ, പെർഫോം ചെയ്താൽ നമുക്ക് ഇവിടെ പൈസ കിട്ടും. പെർഫോം ചെയ്ത ഇവിടെ പൈസ കിട്ടും. പെർഫോം ചെയ്യാതെ പൈസ കിട്ടും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരു മണ്ടനാവല്ലേ, മണ്ടിയാവല്ലേ. അപ്പൊ കാര്യത്തിൽ